കുറെ അധികം നാളുകളായി ഈ കോടിപതികളെ അങ്ങനെ കാണാറില്ല. എന്തായാലും ഇപ്പോഴിതാ ഒരു കോടിപതിയെ അടുത്ത് കണ്ടിരിക്കുകയാണ്. ചേട്ടാ, ആശംസകൾ. സമ്മർ ബമ്പർ അടിച്ചതിന് പിന്നാലെ ഇത് ആരാണ് ഈ 10 കോടി അടിച്ച വിജയ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എമ്പാടുമുള്ള ഭാഗ്യാന്വേഷികൾ ഇങ്ങനെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് പോരുകയായിരുന്നു. എന്തായാലും ആദ്യം ആ ടിക്കറ്റ് ഒന്ന് നമുക്ക് കാണാം. ഇതപ്പോൾ മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നെ കാണിച്ചു തരും. ആ ടിക്കറ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് ഇപ്പോൾ ഇതിന്റെ നമ്പർ, ഇതല്ലേ SB517026 എന്ന ആ ടിക്കറ്റിനാണ് കേരള ലോട്ടറിയുടെ സമ്മർ ബമ്പറിന്റെ 10 കോടി ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത്. ആ വിജയിയാണ്, ആ ഭാഗ്യവാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പരപ്പനങ്ങാടി നെടുവ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എവിടുന്നാണ് ആദ്യം ഈ ലോട്ടറി എടുത്തത് താങ്കൾ? പാലക്കാട്. അതാണ്, പാലക്കാട് നിന്നുള്ള ലോട്ടറിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. പാലക്കാട് കോയമ്പത്തൂർ പോയി തിരിച്ചു വരുമ്പോൾ പാലക്കാട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ എടുത്ത ടിക്കറ്റാണ്. ഓഹോ, എവിടെ ചേരുന്നത്? ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇതാണ്, പലതവണ പാലക്കാട് ജില്ലയെ ഭാഗ്യം തുണയ്ക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു പരപ്പനങ്ങാടിക്കാരനെ, ഒരു നെടുവ സ്വദേശിയെയും ഇത്തവണ ഭാഗ്യം തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. താങ്കൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളാണ്? സ്ഥിരമായിട്ട് എടുക്കലില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കും. ചില ടൈമിൽ ആൾ വരിക റോട്ടിൽ കൂടി സൈക്കിളും കൊണ്ടുവരികയാണെങ്കിൽ ടിക്കറ്റ് എടുത്തോളി പറയുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കും. അങ്ങേരും ഇങ്ങനെ ടിക്കറ്റ് കൊണ്ട് വെയിലും കൊണ്ട് കിടക്കല്ലേ, അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുക്കും. അങ്ങനെ ഒരു ക്രൈസ് ഉള്ള ആളല്ല നിങ്ങൾ? അല്ലല്ല, എന്നാലും മാസത്തിൽ ഒരു ടിക്കറ്റ് ഒക്കെ വെച്ചെടുക്കും? ഒന്നും എടുക്കും, ചിലപ്പോൾ എടുക്കാത്ത ദിവസങ്ങളുണ്ട്. ഇത് എത്ര രൂപയുടെ ടിക്കറ്റാണ്? 250 രൂപ. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ അത് എടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല, ഇത്രയും ജനങ്ങൾക്ക് എടുക്കണ്ടല്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും, ആ ഒരു പ്രതീക്ഷ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് അടിച്ചു എന്നുള്ള കാര്യം ചേട്ടൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, എപ്പോഴാണ് മനസ്സിലാക്കിയത്? ഞായറാഴ്ച രാവിലെ. ഇത് അന്നായിരുന്നോ ഫലം പ്രഖ്യാപിച്ചത്? 28-ാം തീയതി ശനിയാഴ്ച. അതായത് ശനിയാഴ്ച ഫലം പ്രഖ്യാപിച്ചു, അന്ന് ചേട്ടനെ അറിഞ്ഞിട്ടില്ല? ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും നോക്കിയില്ല? ഞാൻ നോക്കില്ല, അവിടെ കൊണ്ടുവച്ചുന്നുള്ളൂ. പിന്നെ ഇന്നലെ നോക്കണ്ട്. പിന്നെ ഇന്നലെ നോക്കി. അപ്പൊ എപ്പോഴാണ് നോക്കിയത്? എവിടെ വെച്ച്, വീട്ടിൽ വെച്ചാണോ നോക്കിയത്? പത്രത്തിലാണോ നോക്കിയത്? അല്ലല്ല, ഫോണിൽ നോക്കാം. ഫോണിൽ നോക്കിയാ. അപ്പൊ അങ്ങനെയാണ് ഫലപ്രഖ്യാപനം അറിഞ്ഞത്. അറിഞ്ഞപ്പോ തന്നെ ആരൊക്കെ അടുത്തുണ്ടായിരുന്നത്? ആദ്യം എന്തായിരുന്നു ചേട്ടനും? വൈഫും മക്കളും മാത്രമേ ഉള്ളൂ. അത്ര നമുക്ക് ലോട്ടറി അടിച്ചില്ല ആകാംക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തു വന്ന്. എന്താ ചേട്ടാ, 10 കോടി അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു? കോടി അടിച്ച് പറഞ്ഞപ്പം എത്ര കോടികൾ നമ്മൾ പോണു, എത്ര കോടികൾ വരുന്നു. പിന്നെ ഇപ്പൊ ഒരു 10 കോടിയിൽ ഇപ്പം ഭയങ്കര ആകാംക്ഷയായിട്ട്